വർഷമായി ഈ അസുഖമായിട്ട് കൊണ്ടു നടക്കുന്നു. ഒരു ചെറിയ കൈമടക്ക് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇപ്പം കൈമടക്ക് കൂടെ തോന്നിട്ട് പോകാം. ബ്ലഡിൻ്റെ കൗണ്ട് കുറയാണ്. ബോൺമാരെ ചെയ്തു, നട്ടൽ കുത്തിയെടുത്ത് മജ്ജയെടുത്ത് പരിശോധിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അറിയുന്നത് മജ്ജയ്ക്കകത്ത് ബ്ലഡ് ഉണ്ടാകുന്നില്ലെന്നാണ്. ഒരു സുഹൃത്ത് സമ്മാനിച്ച പഴയ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് ഈ അമ്മയുടെ മകൻ്റെയും കച്ചവടം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചാക്കോപ്പാടം, അതായത് സുകുമാരക്കുറുപ്പിൻ്റെ ആ ഒരു ചാക്കോയെ വധിച്ച സ്ഥലമാണിത്. ചാക്കോപ്പാടം എന്നറിയപ്പെടും. അപ്പോഴേ ഇവിടെ ഒരു അമ്മയും മകനുമുണ്ട്. മോരും വെള്ളമാണ് കച്ചവടം. ചേട്ടൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾക്കറിയാം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ചിട്ടുള്ളൊരു ചേട്ടനാണ്. അമ്മയും മകനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു വണ്ടിക്കകത്ത്, ഇത് സുഹൃത്ത് കൊടുത്ത വണ്ടിയാണ്, ഇതിനകത്ത് മോരും വെള്ളം കച്ചവടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചേട്ടൻ്റെ ആ ഒരു ജീവിത കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചേട്ടനും അമ്മയും കൂടെ ആണോ എല്ലാ ദിവസവും കച്ചവടം? അതെ അതെ. നമ്മൾ ഈ ഒരു കച്ചവടം ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. കോവിഡിൻ്റെ സമയത്ത് ചികിത്സയ്ക്കായിട്ട് കൂട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് വാങ്ങിച്ചു തന്നതാണ്. ഒരു കൂട്ടുകാരൻ്റെ പേരിലാണ് ഈ വണ്ടി കിടക്കുന്നത്. ബ്ലഡിൻ്റെ കൗണ്ട് കുറയുകയാണ്. കുറയുമ്പം പാട് കൂടി വരും. പിന്നെ ബ്ലഡ് കയറ്റി കഴിയുമ്പോഴത്തേക്കും പാട് ഇച്ചിരി വ്യത്യാസം വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിനും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയാണ് അമ്മയുമായിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് ഈ ഒരു കച്ചവടത്തിന് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? അതെ. ചേട്ടന് അപ്ലാസ്റ്റിക് അനീമിയാണ് അല്ലേ? അതെ അതെ. അമ്മ മോനുമായിട്ട് എത്ര മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും? 10 മണിയാകുമ്പം ഇറങ്ങും. 15 വർഷമായി ഈ അസുഖമായിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പം ഒത്തിരി ബന്ധുക്കളൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവരും ഒരു പരിധി വരെ സഹായിക്കുമല്ലോ. അതെ. അപ്പം ചേട്ടൻ പറഞ്ഞു അമ്മയുമായിട്ട് ഇങ്ങനൊരു കച്ചവടം തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു സ്ഥലത്ത്, ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് കൊല്ലകടവാണല്ലേ? കൊല്ലകടവ് ചാക്കോപ്പാടം. അവിടെ എല്ലാ ദിവസവും മോനും അമ്മയും കൂടെ കാണും? എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോകും ഇടയ്ക്ക്. അത് 2-3 ദിവസം ആശുപത്രിയിലായിരിക്കും. വാടകയ്ക്കാണോ താമസിക്കുന്നത്? എവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്? ആലായില്. അപ്പം ട്രീറ്റ്മെന്റിന് പോകുന്ന എവിടേക്കാണ്? അമൃതയില്. ചേട്ടൻ നന്നായിട്ട് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നല്ലേ? ഇപ്പം വരയ്ക്കാറുണ്ടോ ചേട്ടാ? വരയ്ക്കാറുണ്ട്. അപ്പം ആ ചേട്ടൻ്റെ ആ മുഖത്തൊക്കെ ആ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പം ഇവിടെ മോരും വെള്ളം മാത്രമേ ഉള്ളൂ അമ്മേ? മോരും വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു സുഹൃത്ത് സമ്മാനിച്ച പഴയ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലാണ് ഈ അമ്മയുടെ മകൻ്റെയും കച്ചവടം. ITIക്ക് പഠിക്കുന്ന സമയത്താണ്, 23 വയസ്സുള്ള സമയത്താണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലകറക്കം ഉണ്ടാകുക, കണ്ണിലിരുട്ട് വരുന്നത്, പിന്നെ നടക്കുമ്പം കിതപ്പ്, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് വിളർച്ചയുടെയാണെന്ന് മനസ്സിലായത്. വിളർച്ചയുടെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള അയൺ ഗുളികയെല്ലാം തന്നങ്ങ് വിട്ടു. അത് കഴിച്ചിട്ട് ബ്ലഡ് ആകുന്നില്ല, ബ്ലഡ് കൗണ്ട് കയറുന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ബോൺമാരെ ചെയ്തു, നട്ടൽ കുത്തിയെടുത്ത് മജ്ജയെടുത്ത് പരിശോധിച്ചു കഴിയുമ്പോഴത്തേക്കാണ് അറിയുന്നത് മജ്ജയ്ക്കകത്ത് ബ്ലഡ് ഉണ്ടാകുന്നില്ലെന്നാണ്. പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് റെഡിയാകാഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഡോക്ടറാണ് അമൃതയിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെയാണ് അമൃതയിൽ ചെന്ന് ചികിത്സയ്ക്ക് പോകാനൊക്കെ അമ്മയും മകനേ ഉള്ളൂ. അച്ഛന് വയ്യാതിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയും മകനും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ചാക്കോപ്പാടത്തിൽ ഇവിടെ വന്നിട്ടുള്ള കച്ചവടമാണ്. നമുക്കറിയാം, ഈ ഒരു മോരൊക്കെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുച്ഛമായിട്ടുള്ള ഒരു തുകയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തുകയിലൂടെയാണ് ഈ ഒരു ചേട്ടനും അമ്മയും മുന്നോട്ട് പോകുന്നത്. ട്രീറ്റ്മെൻറ്റിന് നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. ഇപ്പം സർജറിയുടെ കാര്യമൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞിട്ടുണ്ട്. സർജറിക്ക് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പം പ്രിയമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്, ഒരുപാട് പേരെ കൈപിടിച്ചിട്ടുള്ള നല്ല മനസ്സുകളുണ്ട്. ഈ ചേട്ടന് ഈ അമ്മയ്ക്കും വേണ്ടി മരുന്ന് വാങ്ങിക്കാനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ വേണ്ടി ഒരു സഹായം ഉണ്ടാകണം. ഞാൻ ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാകണം. ഒപ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബോർഡ് കാണാം. ഇതാരെഴുതിയതാ? ചേട്ടൻ എഴുതിയാണോ? ചേട്ടൻ നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. ഇനി വീട്ടിലേക്ക് വരുമ്പം നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. നല്ല രീതിയിലൊക്കെ വരയ്ക്കുമോ? നല്ല രീതിയിൽ വരയ്ക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അസാധ്യ കലാകാരനാണ്. ഇപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ. ബുദ്ധിമുട്ടുണ്ടല്ലേ? അമ്മ പറയുന്നത് കേട്ടില്ലേ? ഇരുന്ന് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ അമ്മയും മകനെയും സഹായിക്കണം. അമ്മയ്ക്ക് ഇനി എന്തെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയാനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ ആൾക്കാർ കാരണമാണ് ഞാനും നിങ്ങളെക്കുറിച്ചിട്ട് അറിയുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറും. എത്ര രൂപ കിട്ടും?
1000 രൂപ അടുത്തൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അതും മരുന്നിനും കാര്യങ്ങൾക്കും ഒക്കെ ആവും അല്ലേ. ചേട്ടൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. രാജീവേട്ടൻ. അമ്മയുടെ പേര് പങ്കജം. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടമാണ്. അപ്പോൾ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട, കൊല്ലകടവ് ചാക്കോപ്പാടം. ചാക്കോപ്പാടം എന്ന് പറയാൻ കാരണം ഓക്സിജൻ പ്ലാന്റിൻ്റെ അടുത്ത് പണ്ട് സുകുമാരക്കുറുപ്പ് ചാക്കോയെ വധിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ് ഈ തൊട്ടടുത്തായിട്ട് കാണുന്നത്. അതാണ് ഈ സ്ഥലത്തെ ചാക്കോപ്പാടം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു കൂജയ്ക്കകത്താണ് നമ്മൾ മോരും വെള്ളം കൊടുക്കുന്നത്. എത്ര രൂപ മോരും വെള്ളത്തിന്? 30 രൂപയാണ് കേട്ടോ. ഞങ്ങളത് കൊടുത്തു കഴിഞ്ഞ് വേണമെങ്കിൽ പിന്നെയും കൊടുക്കും. അതായത് അത് നല്ലൊരു മൈൻഡാണ് കേട്ടോ. മിക്കവാറും സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു കാര്യമാണ്. ദാഹം തീരെ കൊടുക്കും. അതായത് ഇതിനകത്ത് മോര് കൊടുത്തിട്ട് വീണ്ടും ദാഹം തീരാനായിട്ട് കൊടുക്കും. എത്ര കുടിച്ചാൽ അൺലിമിറ്റഡ് എന്ന് പറയാം അല്ലേ, അങ്ങനെ കൊടുക്കും. നല്ല മനസ്സുള്ള അമ്മയമ്മനുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ അമ്മയും മകനെ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് സന്തോഷത്തോടെ ഒരു ദിവസം വരാം കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങളുടെ കച്ചവടം എല്ലാം ഉഷാറാവും. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ നിങ്ങളെ സഹായിക്കും. ഓക്കെ, പോയിട്ട് വരട്ടെ. ഞാൻ മോരും വെള്ളം കുടിക്കുന്നില്ല. അപ്പം എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞാൻ അമ്മയ്ക്ക് ഒരു ചെറിയ കൈമടക്ക്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇപ്പം, കൈമടം കൂടെ തന്നിട്ട് പോകാം കേട്ടോ. പോയിട്ട് വരട്ടെ. ശരി.